ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജൂലിക്കുട്ടി കുഴി കുഴിച്ച് അതിൽ കിടന്നു കേട്ടോ. അവിടെ ഞാൻ ചേമ്പ് നട്ട സ്ഥലമാണ്. ചേമ്പൊക്കെ എടുത്ത് കളഞ്ഞു പോകുന്നുണ്ട്, കാണാനില്ല. എൻ്റെ ജൂലിക്കൊച്ചേ, എന്തിനാണ് ജൂലിക്കൊച്ചെ കുറുമ്പ് കാണിക്കണേ? ജൂലിക്കൊച്ചേ, എൻ്റെ കുറുമ്പൻ കൊച്ചേ. ഇന്നും ഒരാൾ പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ചവിട്ടി എടുത്തുകൊണ്ട് വന്നു. പക്ഷേ ഞാൻ ആ ചവിട്ടി ഇവിടെ സുരക്ഷിതമായി വെച്ചിട്ടുണ്ടായിരുന്നു. അവളത് കീറി കളഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കൊണ്ടുവന്ന വഴി എന്നെ വിളിച്ചു, ഇതേ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഒരു ചവിട്ടി, അപ്പം തന്നെ എടുത്ത് ഞാൻ വെച്ചു. നല്ല പുതിയ ചവിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തുള്ള ഒരു ചവിട്ടി കിട്ടിയിട്ടുണ്ട്, ആരുടെയെങ്കിലും ആണെങ്കിൽ വന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ആൾ വന്നു, ചവിട്ടി വാങ്ങിച്ചുകൊണ്ട് പോയി. ഇവളെ കുറേ കുറ്റം പറഞ്ഞു കേട്ടോ. പാവം, അവൾ ചെരുപ്പെല്ലാം എടുത്തുകൊണ്ട് പോകണു, ചവിട്ടി ഇടാൻ പറ്റണില്ല, മതിലുമൊന്നും കൂടി വലിച്ചുകൊണ്ട് പോകണു എന്നൊക്കെ കുറ്റം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൾ ചെറിയ കുട്ടിയായതുകൊണ്ടാണ്, അവളെ നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ, അവൾ പാവാണ്, കുറച്ച് വലുതാകുമ്പോൾ ഒക്കെ നേരെ ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുക, ചെറിയ കുട്ടിയൊന്നും അല്ല ഇപ്പോൾ വലുതായില്ലേന്ന്. വലുതായിട്ടും ജൂലിക്കുട്ടിയുടെ കുറുമ്പ് പോയിട്ടില്ല കേട്ടോ. പിന്നെ അമ്പലത്തിലെ പിരിവിന് ആൾക്കാർ വന്നപ്പോൾ അവരും പറഞ്ഞു ജൂലിയെ പറ്റി. പക്ഷെ അവർ നല്ല അഭിപ്രായം പറഞ്ഞു, അവൾ നല്ല കുട്ടിയാണ്, ആര് അപരിചിതരായിട്ടുള്ള ആര് വന്നാലും അവൾ അവരെ ഓടിക്കും. ആ തൊട്ടടുത്ത വീട്ടിലെ ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങേര് പറഞ്ഞു, അവൾ പാവാണ്, അവളെ ആരും ഉപദ്രവിക്കരുത്, അവൾ നല്ല കുട്ടിയാണ്. അപ്പം നല്ല സ്വഭാവമാണെന്നും പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് കുറുമ്പിയാന്ന്. എന്തായാലും അവൾ പാവാട്ടോ. അവളതേ സുഖമായിട്ട് കിടന്നുറങ്ങണു. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് എൻ്റെ ചേമ്പ് തടത്തിൽ കിടന്നൊന്ന് ഉറങ്ങാം. അവൾക്കറിയില്ലല്ലോ ഞാനവിടെ ചേമ്പ് നട്ടിട്ടുണ്ടെന്ന്.